ഫ്രണ്ട്സ്, സിന്ധുസ് ഫുഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ വീഡിയോ നല്ല സോഫ്റ്റ് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നല്ല സോഫ്റ്റാണ്, ഇതുപോലെ തന്നെ നല്ലതായിട്ട് പൊങ്ങി വരുന്ന ചപ്പാത്തിയാണ്. നമുക്ക് എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പല ഇഷ്യൂസാണ്. ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. കാസറോളിൽ വെച്ചിട്ട് നമ്മൾ കഴിക്കാനായി പുറത്തെടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് വടി പോലെ ആയിപ്പോൾ, അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും. അങ്ങനെ പല ഇഷ്യൂസാണ്. അപ്പോൾ നമ്മൾ 1-2 ടെക്നിക്സ് നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്നതിലും പരത്തുന്നതിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റായ നല്ലതായിട്ട് തന്നെ പൊങ്ങി വരുന്ന നല്ല ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരു പാർട്ട് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ആ ഭാഗത്ത് എന്തെങ്കിലും അതിലുള്ള ടിപ്സ് കാണും. അപ്പോൾ അത് മിസ്സായി കഴിഞ്ഞാൽ ചപ്പാത്തി ശരിയാകത്തില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ളത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും ചേർത്തതിന് ശേഷം ഉപ്പും ഓയിലും ഈ ഗോതമ്പ് പൊടിയും എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും ഓയിലും എല്ലാം എത്തുന്ന പോലെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് അല്പാൽപമായി വെള്ളം ഒഴിച്ച് ചപ്പാത്തി മാവായി കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒത്തിരി വെള്ളം ഒഴിക്കാൻ പാടില്ല. സാധാരണ പച്ചവെള്ളം ഒഴിച്ചാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ്. നമ്മൾ പുട്ടുപൊടി നനയ്ക്കുമ്പോൾ എൻ്റെ പുട്ടുകുറ്റി ഇല്ലാതെ പുട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോയിൽ നമ്മൾ പുട്ടുപൊടി നനയ്ക്കുന്ന അതേ ഒരു ടെക്നിക്കിൽ തന്നെയാണ് നമ്മളിതും ചെയ്യുന്നത്. നമ്മളപ്പോൾ ഇങ്ങനെ കയ്യിലൊട്ടുന്ന ഒരു പരുവത്തിൽ ഇങ്ങനെ അല്പം ലൂസായിട്ട്, ഒത്തിരി ടൈറ്റായിട്ടല്ലാതെ നമ്മൾ എന്ന് പറഞ്ഞ് വെള്ളമായി പോകാൻ പാടില്ല. നമ്മളിങ്ങനെയാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി ഒരു 15 മിനിറ്റ് അടച്ചു വെക്കണം. അതിന് ശേഷമാണ് നമ്മളിത് വീണ്ടും സോഫ്റ്റ് ആക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വെക്കാം. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്യാം. നമ്മളുടെ മാവൊക്കെ ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒത്തിരി ടൈറ്റ് ആക്കാതെ കുഴച്ചെടുത്ത്, അതായത് ലൂസായിട്ടൊന്ന് കുഴച്ച് വെച്ചത് കൊണ്ട് തന്നെ മാവ് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ആദ്യം നമ്മൾ ഇങ്ങനെ വേണം ചെയ്യാൻ. ഇനിയും അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ സാധാരണ നന്നായിട്ട് കുഴച്ച് വെക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം. അതിനായിട്ട് ഒരു 1-2 ടീസ്പൂൺ ഗോതമ്പ് പൊടി, നമുക്കറിയാമല്ലോ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത്രയും ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മതിയാകും. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അങ്ങനെ എല്ലാം കൂടി ഇവിടെ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. സാധാരണ ചപ്പാത്തി മാവിനെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഒട്ടും നനവില്ലാതെ കയ്യിലൊട്ടാതെ നല്ലതായിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ചപ്പാത്തി മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരിക്കും. ചപ്പാത്തിയൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വരും. നമ്മൾ പച്ചവെള്ളത്തിലാണ് ഇത് കുഴച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാവ് പിടിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ സോഫ്റ്റായിട്ടുള്ള മാവാണ്. ഇനി നമുക്കിത് കയ്യിലേക്ക് വെച്ച് ഓരോരോ ചെറിയ ബോൾസായിട്ട് ഇങ്ങനെ നമുക്ക് റെഡിയാക്കി. നമ്മൾ ചപ്പാത്തി മാവ് ഓരോരോ ബോൾസും നന്നായിട്ട് തന്നെ കയ്യിലേക്ക് വെച്ച് ഉരുട്ടിയെടുക്കുക. നമ്മൾ ഒരു ബോൾസ് എടുത്തതിന് ശേഷം ബാക്കിയുള്ളവ അടച്ചു വെക്കുക, കാറ്റ് കയറാതെ, അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി ഒന്നും പൊങ്ങി വരികയില്ല. ഫസ്റ്റ് ബോൾസ് നമുക്കിതുപോലെ ഗോതമ്പ് പൊടിയിലേക്കിട്ട് മുക്കിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഗോതമ്പ് പൊടിയിലിട്ട് മുക്കിയെടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു തവണ മാത്രം ഇട്ടാൽ മതിയാകും. അതിനുശേഷം നമുക്കിങ്ങനെ പരത്തിയെടുക്കാം. അതുപോലെ തന്നെ ചപ്പാത്തി പരത്തിയെടുക്കുമ്പോൾ നമ്മൾ ഒത്തിരി പ്രസ് ചെയ്ത് പരത്തേണ്ട കാര്യമില്ല. ജസ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ ഇങ്ങനെ പരത്തിയെടുക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ പരത്തി റൗണ്ടിൽ കൈ എടുക്കാതെ തന്നെ പരത്തുന്ന പ്രാക്ടീസ് ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ അങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ല. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്ത് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചപ്പാത്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കയ്യിലേക്കിട്ട് പൊടിയെല്ലാം തട്ടിയതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇവിടെ ഞാനിപ്പോഴൊരു 4 ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് സെറ്റ് ചുട്ടെടുക്കാം. ഞാനെപ്പോഴും ഒരു 3-4 ചപ്പാത്തി മാവ് പരത്തിയെടുത്ത് ബാക്കിയുള്ളവ ഫ്രഷായിട്ട് തന്നെ അടച്ചു വെക്കും. അത് ചുട്ടെടുത്തതിന് ശേഷമാണ് അടുത്തത് പരത്തി ചുട്ടെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ചപ്പാത്തി നല്ലതായിട്ട് തന്നെ പൊങ്ങിയൊക്കെ വരും. നമ്മളെല്ലാം പരത്തി വെച്ചിട്ട് ചുടുകയാണെങ്കിൽ കാറ്റടിച്ചിട്ട് ചപ്പാത്തി കറക്റ്റായിട്ട് പൊങ്ങി വരികയില്ല ചില സമയങ്ങളിൽ.
അപ്പോൾ ചപ്പാത്തി ചുടാനുള്ള തവ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചപ്പാത്തി ഇട്ട് കൊടുത്തു. എപ്പോഴും തവ നന്നായി ചൂടായതിന് ശേഷം മാത്രം ചപ്പാത്തി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു കുറച്ച് സമയം ഈ ഒരു സൈഡ് ഇട്ട് കഴിയുമ്പോൾ ഒരു 30 സെക്കൻഡോളം ഏകദേശം പറയുകയാണെങ്കിൽ കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു സൈഡിൽ ചെറിയ ചെറിയ ബബിൾസ് വരുന്ന കാണാം. അതിനുശേഷം മാത്രം നമുക്ക് ചപ്പാത്തി തിരിച്ചിട്ട് കൊടുക്കാം. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇട്ടതിന് ശേഷം ഉടനെ തിരിച്ചിട്ടാൽ പൊങ്ങി വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് കാണാൻ പറ്റുമായിരിക്കും ചെറിയ ചെറിയ ബബിൾസ് ഇങ്ങനെ വരുന്നുണ്ട്. ഏകദേശം ഒരു 30-35 സെക്കൻഡ് കൊണ്ട് തന്നെ ഒരു സൈഡിലെല്ലാം ബബിൾസ് വന്നു കഴിയും. ഇപ്പോൾ നമുക്കിനി ഇത് തിരിച്ചിടാം. അപ്പോൾ ആ ഒരു സൈഡിൽ ബബിൾസ് വന്നതിൻ്റെ അതെല്ലാം കാണാൻ വരുന്നത്. ഇതുപോലെ തന്നെ അടുത്ത സൈഡും ചെറിയ ചെറിയ ബബിൾസ് വരും. ഏകദേശം ഒരു 30 സെക്കൻഡ് തന്നെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മാത്രമേ ചപ്പാത്തി പിന്നീട് 2 സൈഡ് തിരിച്ചിടാവുള്ളൂ. അപ്പോൾ ഈ ഒരു 2 സൈഡ് ഇങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ സൈഡിൽ നന്നായിട്ട് ബബിൾസ് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഇത് പൊങ്ങി വരും. നമ്മൾ സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പ്രസ് ചെയ്യാതെ തന്നെ പൊങ്ങി വരും. എങ്കിലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പൊങ്ങി വന്നായിരുന്നു നന്നായിട്ട് തന്നെ. അതങ്ങ് ഒരു ചട്ടുകത്തിൻ്റെ സൈഡ് കൊണ്ട് ചെറുതായിട്ട് ചപ്പാത്തി ഒന്ന് മുറിഞ്ഞു പോയതുകൊണ്ടാണ് പെട്ടെന്ന് അതങ്ങ് താന്നു പോയത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അടുത്ത ഒരെണ്ണം കൂടെ ഞാൻ ചുട്ട് കാണിക്കാം. ഈ ഒരു ഭാഗത്താണ് മുറിഞ്ഞു പോയത്, അതുകൊണ്ടാണ് ആ നല്ല പൊങ്ങി വന്നത്, പെട്ടെന്ന് അങ്ങ് താണുപോയി. അതുപോലെ തന്നെ ഞാനിവിടെ എണ്ണയോ നെയ്യോ ചേർക്കാതെയാണ് ചപ്പാത്തി ചുടുന്നത്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അടുത്തൊരു ചപ്പാത്തിയും കൂടെ ഞാൻ ചുട്ട് കാണിക്കാം. രണ്ടാമത്തെ ചപ്പാത്തി നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ബബിൾസ് വന്നതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സൈഡും അതുപോലെ തന്നെ ബബിൾസ് വരാനായി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ബബിൾസൊക്കെ ചെറുതായി ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിടാം. കൈകൊണ്ട് വേണമെങ്കിലും തിരിച്ചിടാവുന്നതാണ്. അപ്പോൾ നമുക്കിപ്പം കാണാൻ കഴിയും ഇതിങ്ങനെ പൊങ്ങി വരും. സൈഡ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്യാതെ തന്നെ പൊങ്ങി വരും. എങ്കിലും സൈഡിലിങ്ങനെ വേകാനുള്ള ഭാഗമൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ചപ്പാത്തി ഇവിടെ നന്നായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട്. വളരെ നന്നായിട്ട് തന്നെ എല്ലാ സൈഡും നല്ല വീർത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഓരോ ചപ്പാത്തിയും ചുട്ടെടുക്കാം. അങ്ങനെ നമ്മൾ ചപ്പാത്തി എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ മടക്കിയൊക്കെ വെക്കാൻ പറ്റും. വളരെ സോഫ്റ്റായ ചപ്പാത്തിയാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇത് നമുക്ക് ഇങ്ങനെ ഒരു കൈ കൊണ്ട് തന്നെ മുറിച്ചെടുക്കാം. അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ്. നമ്മൾ ചപ്പാത്തിയൊക്കെ സാധാരണ കാസറോളിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് വടി പോലെ ആയിപ്പം. പക്ഷേ ഇതങ്ങനെ ഒന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.